ഹായ്, വെൽക്കം ടു ട്വിൻ ഫ്ലെയിം ജേർണി വിത്ത് ആംബിക്കോൺ. ആക്ച്വലി യെസ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ വീഡിയോ ചെയ്യാത്തത്? താങ്കൾ ശരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നൊക്കെ. ശരിക്കും എനിക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ ഞാൻ തന്നിട്ടാണ് പോയത്. കാരണം നിങ്ങൾ ഒരുപാട് കാലം ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്താണ്, ട്വിൻ ഫ്ലെയിം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ഗോളിനെയോ പർപ്പസിനെയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെയോ ഒക്കെ റൂയിൻ ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്ഥലത്ത് നിന്ന് തീർച്ചയായിട്ടും ഇതിലേക്ക് മാറുന്നത് ഒരിക്കലും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എൻ്റെ ജേർണി ടഫായിരുന്നു. എൻ്റെ ജേർണി ടഫായ സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി, മരിക്കാൻ തോന്നി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നി. അതിൽ നിന്നുള്ള ഓരോരോ തരത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് എന്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം തൊട്ട് നിങ്ങളോട് ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആളുകൾ കൂടുതൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സമയം ഒരുപാട് നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കി, എല്ലാവർക്കും ഈ ഗോളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗോളിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിലേക്ക് എന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും 1000 യൂട്യൂബ് ചാനലുകളുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് ഡെയിലി ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. ഇത്രമാത്രം എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണിക്ക് പറഞ്ഞു തരാനുള്ളത്? എന്തിനാണ് ഇത്രയും ഗാഢമായിട്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഉത്തരവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ എപ്പോഴാണോ ട്വിൻ ഫ്ലെയിം ജേർണിയിലെത്തി എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം നമ്മൾ സറണ്ടർ ചെയ്യണം. ഞാൻ ചെയ്ത അതാണ്, ഞാൻ സറണ്ടർ ചെയ്തു. എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്നെ ഹേർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഈഗോ ലെസ്സായിട്ട് നിന്നു എന്നല്ല. ഐ വാസ് വെരി ആക്റ്റീവ്. ആ സമയത്ത് ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, എൻ്റെ സെൽഫ് ഇമേജ് ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടി. ഞാൻ റെസ്പെക്റ്റ്ഫുള്ളാണ്, എന്നോട് റെസ്പെക്റ്റ് ഇല്ലാതെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ചെയ്തത് എൻ്റെ ഗോള് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതാണ്. എൻ്റെ ഗോള് സൈക്കോളജി. ആ സൈക്കോളജി എന്നുള്ള വാക്ക് എപ്പോൾ എൻ്റെ മനസ്സിൽ കയറിയെന്ന് എനിക്കറിയില്ല. ഞാൻ മോക്ഷം എന്നുള്ളൊരു ടേമിലേക്ക് എത്തുമ്പം മനസ്സിലാകുന്നത് ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കുമെന്നാണ്. അപ്പം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് വരെ പോയി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തു. അങ്ങനെ ഞാൻ എടുത്ത കൂട്ടത്തിൽ 2 മേജറായിട്ടുള്ള ആഗ്രഹങ്ങൾ ഞാൻ കുറച്ച് കാലം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അതിൽ ഒന്ന് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു ലേബലായിരുന്നു. എനിക്കത് വേണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ അതിനെ വീണ്ടും പൊടിതട്ടി. ചുറ്റുള്ള ഒരുപാട് ആൾക്കാർ എന്നെ കുറ്റം പറഞ്ഞു, എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു ടോപ്പ് സ്കോററായിട്ട് തന്നെ, വൺ ഓഫ് ദ ടോപ്പ് സ്കോററായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുകയാണ്, MScയുടെ ഹോൾഡറായിട്ട്, MSc സൈക്കോളജിയുടെ ഹോൾഡറായിട്ട്. അപ്പം ഞാനത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഒരു ഗോൾ ഞാൻ അറ്റൈൻ ചെയ്തു. അതത്ര ഈസി ആയിരുന്നില്ല. എൻ്റെ ഗോൾ സെറ്റ് ചെയ്യൽ തന്നെ എനിക്ക് വലിയ ടാസ്ക്കായിരുന്നു. ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്ന് ഞാൻ നിരന്തരം എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. ഒരു കാരണമുണ്ടാവും. എന്തായിരിക്കും ഞാൻ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? എനിക്ക് ഉറപ്പായിരുന്നു എനിക്കൊരുപാട് ലൈഫ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ നോളജ് ഞാൻ വിചാരിച്ചതിനേക്കാളും വാസ്റ്റായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് അനായാസമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ സീക്രട്ട് എന്നുള്ള ബുക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ ഞാൻ ഈ വാക്കുകൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ നിങ്ങളെ ഗാർഡിയനാണ്, ഇങ്ങനെയൊന്നുമല്ല. ഐ ആം ജസ്റ്റ് ടെല്ലിങ് മൈ ജേർണി. അപ്പം ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്തൊക്കെയൊക്കെയോ കഴിവുകളുണ്ട്. എനിക്ക് ഇൻറ്റ്യൂഷൻസ് വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ, ഒരു സമയത്ത് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കാറേ ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് മെഡിറ്റേറ്റ് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ മെഡിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ അറ്റൈൻ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ അറ്റൈൻ ചെയ്തതെന്നുള്ളത് ഒരു സീരീസ് ആയിട്ട് ഇനി ഒരാഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടെ പിടിക്കുക. കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, ഞാനൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ട്വിൻ ഫ്ലെയിം ജേർണി നിങ്ങളുടെ ലൈഫ് പേർപ്പസിലേക്കുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിവൈൻ ജേർണി ആവട്ടെ. താങ്ക് യു.